നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തിരിച്ചെത്തുന്ന രാഖി പുതിയൊരാളായിട്ടാട്ടോ മടങ്ങിയെത്തുന്നത്. രാജീവേട്ടൻ്റെയും എൻ്റെയും കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും അതിൽ ആരും ഇടപെടേണ്ടെന്നും പ്രത്യേകിച്ച് അമ്മിണിയമ്മ ഇടപെടേണ്ട ആവശ്യമില്ല എന്നും തുറന്നടിക്കുന്നുണ്ട് കേട്ടോ രാഖി അമ്മിണിയമ്മയുടെ മുഖത്ത് നോക്കി. ഇത് കേൾക്കുന്ന അമ്മിണിയമ്മ ആകെ ഞെട്ടുന്നു. തുളസി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അമ്മിണിയമ്മ പറയുന്നുണ്ട്, അയ്യോ അമ്മിണിയമ്മയ്ക്ക് സംസ്കാരം കുറവാണ്, വിദ്യാഭ്യാസവും ഇല്ല, ജനിച്ച സ്ഥലത്തിൻ്റെ ആണോ ജനിപ്പിച്ച മാതാപിതാക്കളുടെ ആണോ എന്ന് അറിയത്തില്ല, രാഖി കുഞ്ഞങ്ങ് ക്ഷമിക്ക് എന്നിങ്ങനെ പറഞ്ഞ് കൈകൂപ്പുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, ഇനി ഇവിടെ രാജീവേട്ടനെ കുറിച്ച് ആരും കുറ്റമൊന്നും പറയണ്ടെന്നും അതുപോലെ തന്നെ ഇനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമം ഒന്നും നടത്തണ്ടെന്നും എന്ത് വേണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് ഇനി കൂടുതൽ ആരും ഞങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെടണ്ടെന്നും പറയുന്നു. അപ്പോഴത്തേക്കും അമ്മിണിയമ്മ പറയും, അയ്യോ ഇനി ഇടപെടുന്നില്ല, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നു. പിന്നീട് രാഖി തുളസിയോട് ചോദിക്കുന്നു, രാജീവേട്ടൻ വന്നോ എന്ന് വളരെ സ്നേഹത്തോടു കൂടി. ഇത് കേൾക്കുന്ന തുളസി ആകെ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. ഇതെന്താ രാഖി ചേച്ചിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു എന്ന് പറയുക കേട്ടോ ചെയ്യുന്ന തുളസി. അമ്മിണിയമ്മയും തുളസിയും പരസ്പരം ഇങ്ങനെ നോക്കുക കേട്ടോ ചെയ്യുന്നത്, എന്ത് അത്ഭുതമാണോ ഇവിടെ നടക്കാനായിട്ട് പോകുന്നതെന്നുള്ള രീതിയിൽ. പിന്നീട് രാഖി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ ചെയ്യുന്നത്. രാഖിയും കുട്ടികളും രാജീവനും ഒക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് ജീവിച്ചിരുന്ന ആ നല്ല നിമിഷങ്ങളെ പറ്റി ഓർക്കുന്നു. രാജീവനെ കെട്ടിപ്പിടിച്ചതും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കളിതമാശകൾ പറഞ്ഞതുമൊക്കെ ആലോചിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്നു. അപ്പം നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച രാഖി വീണ്ടും സിന്ദൂരമെടുത്ത് നെറ്റിയിലേക്ക് അണിയുന്നു. രാജീവനെ മനസ്സാൽ വീണ്ടും സ്വീകരിക്കുകയാട്ടോ ചെയ്യുന്നത്. ഇനി രാജീവേട്ടനോട് എനിക്ക് ഒരു വെറുപ്പുമില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ രാജീവേട്ടനെ ഞാൻ വിഷമിപ്പിക്കാനേ പോകുന്നില്ല എന്നൊക്കെ ഉറപ്പിച്ച് വലതുകാല് വെച്ച് രാജീവൻ്റെ സാമ്രാജ്യത്തിലേക്ക് കയറി ചെല്ലുകട്ടോ ചെയ്യുന്നത്. അവിടെ രാജീവനാണെങ്കിൽ വാടക വീടിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റോ മാത്രം മതി തനിക്കൊന്നും, വില കൂടിയ ഫ്ലാറ്റൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ രാഖി കേൾക്കുന്നുണ്ട്. പിന്നീട് രാഖി നോക്കുമ്പോൾ ചായ ഇടാനായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജീവൻ്റെ. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജീവൻ മാറി നിന്ന് സംസാരിക്കുന്നത്. രാഖി നേരെ ചെന്ന് രാജീവന് വേണ്ടി സ്പെഷ്യൽ ചായ ഉണ്ടാക്കുക കേട്ടോ ചെയ്യുന്നത്. രാജീവൻ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, രാഖി കേൾക്കുന്നുണ്ട്. വീട് മാറുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നു. രാജീവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ രാഖി കുറേ നാളുകൾക്ക് ശേഷം ആ ചായ ഉണ്ടാക്കി രാജീവൻ്റെ അടുക്കലേക്ക് വരുന്നു. രാജീവൻ ഈ കാഴ്ച കണ്ട് അന്തം വിട്ട് വായും പൊളിച്ച് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും രാജീവന് മനസ്സിലാവുന്നില്ല കേട്ടോ. രാജീവൻ നിശബ്ദനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഉടനെ രാഖി ചായ നീട്ടുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ചായയാണ്, ഈ കുറേ നാളിന് ശേഷമല്ലേ രാജീവേട്ടന് ഉണ്ടാക്കി തരുന്നത്, വാങ്ങിക്കൂ എന്ന് പറയുന്നു. രാജീവൻ അന്തം വിട്ട് വാങ്ങിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും രാഖി പറയുന്നുണ്ട്, ചൂടാറും കുടിക്ക് രാജീവേട്ട, കൊള്ളാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ, ഒരുപാട് നാളായില്ലേ രാജീവേട്ടന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഉണ്ടാക്കി തന്നിട്ട്, രാജീവേട്ടൻ ഇവിടെ ഒന്നും പാചകം ചെയ്യേണ്ട, താഴെ തുളസിയോടും അമ്മിണിയമ്മയോടും പറഞ്ഞാൽ മതിയെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന രാജീവൻ ഞെട്ട് കേട്ടോ. പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് രാജീവേട്ടനെ പരിഹസിക്കുന്നത്, രാജീവേട്ടൻ പുതുതായിട്ട് ഇനി വീടൊന്നും നോക്കണ്ട എന്നും ഇത് രാജീവേട്ടൻ്റെ കൂടെ വീടല്ലേ എന്നും ഇവിടെ നിന്ന് രാജീവേട്ടൻ ഞങ്ങളെ പിരിഞ്ഞു പോകണ്ട എന്നും ഇനി രാജീവേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒരു പെരുമാറ്റവും ഉണ്ടാവില്ല എന്നും അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം എന്നും രാജീവേട്ടൻ ഇവിടം വിട്ട് പോകരുതെന്നും രാഖി അപേക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന രാജീവൻ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ രാജീവൻ ഇങ്ങനെ നിശബ്ദനായിട്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ചായ, ഞാൻ ഇട്ടത് ഇഷ്ടപ്പെട്ടോ, രാജീവേട്ടൻ്റെ കണക്കിനായോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അല്ല അത് അറിയാനുള്ളൊരു കൊതി കൊണ്ട് ചോദിച്ചതാണെന്നും പറയുന്നു. രാജീവൻ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. രാജീവൻ കൊള്ളാം എന്നിങ്ങനെ ഒരു വാക്ക് മാത്രം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ രാജീവേട്ടനും കൂടെ ഇനി ഭക്ഷണം ഉണ്ടാക്കിക്കോളാം, അതുകൊണ്ട് രാജീവേട്ടൻ ഇനി താഴെ വന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, ഇനി ഇവിടെ രണ്ടടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുമൊക്കെ പറയുന്നു. ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിൽ രാജീവൻ നിൽക്കുന്നു. ഇത്രയും നേരവും ചാടിക്കടിക്കാൻ വന്നിരുന്ന രാഖിയുടെ തലയിൽ എന്താ ആപ്പിൾ വീണോ എന്ന് വരെ ചിന്തിക്കുന്നു. പിന്നീട് അമ്മിണിയമ്മയെ എടുക്ക വന്ന് രാഖി പറയുന്നുണ്ട്, ഇത്രയും ചപ്പാത്തിയേ ഉള്ളൂ, ഇത് പോരല്ലോ എന്നിങ്ങനെ പറയുന്നു. അല്ല കണക്കിനെ ഉണ്ടാക്കിയിരിക്കുന്ന മോളെ, ഇനി മുതൽ ഇത് പോരാ, കൂടുതൽ ഉണ്ടാക്കണമെന്ന് പറയുന്നു. പിന്നീട് കുട്ടികളെടുക്ക ചെന്നിട്ട് പറയുന്നുണ്ട്, വാ ആഹാരം കഴിക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അല്ല മോളെ, എന്തിനാ കൂടുതൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നാളെ മുതൽ വല്ല ഗസ്റ്റും ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഗസ്റ്റൊന്നുമില്ല, ഇനി നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, നിങ്ങൾ അച്ഛനെയും കൂടെ വിളിക്കുക, നമ്മൾ രാജീവേട്ടനും നമ്മളും എല്ലാവരും ഇങ്ങോട്ട് ഇരുന്ന് പഴയതുപോലെ സന്തോഷമായിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് രാഖി പറയുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അമ്മിണിയമ്മ അങ്ങ് അടി കിട്ടിയ പോലെ അങ്ങ് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് എന്തൊരു മറിമായം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയി രാജീവേട്ടനെ വിളിച്ചുകൊണ്ട് വാന്നും പറയുന്നു. കുട്ടികൾ സന്തോഷത്തോടു കൂടി ഓടിപ്പോവുക കേട്ടോ ചെയ്യുന്നത്. എന്താ മോളെ ഇവിടെ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അമ്മിണിയമ്മ ചോദിക്കുന്നു. എല്ലാം മനസ്സിലായിക്കോളുമെന്ന് രാഖിയും പറയുന്നു. ഇങ്ങനെ മുകളിലോട്ട് നോക്കി അമ്മിണിയമ്മ വായും പൊളിച്ച് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്.
ഇതിപ്പോൾ പെട്ടെന്ന് എന്താ ഇങ്ങനൊരു മാറ്റം എന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നീട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അമ്മ പറഞ്ഞു എന്ന് കുട്ടികൾ ചെന്ന് പറഞ്ഞു. അമ്മ പറയേ എന്ന് രാജീവൻ തിരിച്ചു. അതേ അമ്മ തന്നെയാ പറഞ്ഞു. അമ്മയ്ക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാ അച്ഛാ, പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാവുമെന്ന് ചിന്ന ചേച്ചി പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി ആഹാരം കഴിക്കുന്നുണ്ട്. ഇല്ല, അച്ഛനുമായിട്ട് ചെല്ലണമെന്ന് അമ്മ പറയും. നമ്മളിന്ന് ഒരുമിച്ചിരുന്ന് തന്നെ ഡിന്നർ കഴിക്കും. നിങ്ങളെ സന്തോഷമായിട്ട് ഇരിക്കുന്ന കാണാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വാ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികൾ രാജീവനെ കയ്യിൽ പിടിച്ച് വലിക്കാട്ടോ ചെയ്യുന്നത്. രാജീവനാണെങ്കിൽ രാഖിയുമായിട്ട് ഒത്തുപോകാൻ ഒരു വിഷമവും ഇല്ല കേട്ടോ. രാഖി തന്നോട് അടുക്കണം തന്നെ ആഗ്രഹത്തിൽ തന്നെ കേട്ടോ രാജീവനുള്ളത്. അങ്ങനെ രാജീവൻ ചെല്ലുന്നു. അങ്ങനെ രാഖിയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി രാജീവന് ആഹാരം വിളമ്പി കൊടുക്കുന്നു. ഈ കാഴ്ച കണ്ടിട്ട് രാജീവന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. പിന്നീട് കുട്ടികൾക്കും വിളമ്പുന്നു. രാജീവനാണെങ്കിൽ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അമ്മിണിയമ്മ ഇത് എന്തു പറ്റിയെന്നുള്ളത്. അമ്മിണിയമ്മ കൈകൊണ്ട് കാണിക്കുന്നു, ആർക്കറിയാം എന്നുള്ള രീതിയിൽ. പിന്നീട് കറികൾ അമ്മിണിയമ്മ വിളമ്പാൻ പോകുമ്പോൾ വേണ്ട ഞാൻ തന്നെ വിളമ്പിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ രാജീവേട്ടനെ ഞാൻ തന്നെ കൊടുക്കാമെന്നും പറഞ്ഞ് രാഖി വിളമ്പുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇതെന്തൊരു കഥയെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത് അമ്മിണിയമ്മയെ നോക്കി അന്തം വിട്ട് രാജീവനും നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇതെന്ത് പറ്റി എന്നുള്ളത് മാത്രമാണ് അറിയാത്തത് കേട്ടോ. രാഖിയിലൊരു വലിയ മാറ്റം സംഭവിച്ചു. എൻ്റെ പൊന്നു രാജീവേട്ട ആഹാരം കഴിക്കുക രാജീവേട്ട എന്നിങ്ങനെ രാഖി പറയുക കേട്ടോ ചെയ്യുന്നത്. പൊന്നു രാജീവേട്ടനോ എന്നിങ്ങനെ അമ്മിണിയമ്മ ആലോചിക്കുക കേട്ടോ ചെയ്യുന്നത്. അമ്മിണിയമ്മ പറ്റിച്ച പണി, അല്ലെങ്കിൽ ഞാനും കൂടി ഇരുന്ന് കഴിച്ചേനെ, കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കിയില്ല, ഇനി ഉണ്ടാക്കിയിട്ട് വേണം അമ്മയ്ക്ക് കഴിക്കാനെന്ന് പറയുന്നു. അപ്പോൾ അമ്മിണിയമ്മ പറയാട്ടോ ചെയ്യുന്നു. കഥ എത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ, അതാ ഞാൻ ഉണ്ടാക്കാതിരുന്നേന്ന് പറയാട്ടോ ചെയ്യുന്ന അമ്മിണിയമ്മ. സാരയില്ല, ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് എനിക്ക് ഇത്രയും വേണ്ട, രാഖി എടുത്തു ഇതിന്ന്. വേണ്ട രാജീവേട്ടൻ ക്ഷീണിച്ചു പോയി, രാജീവേട്ടനെ നമുക്ക് ഇനി ഒന്ന് മിനുക്കി എടുക്കണം പഴയതുപോലെ, അതുകൊണ്ട് രാജീവേട്ടൻ നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് പറയാട്ടോ ചെയ്യുന്ന രാഖി. രാജീവന് കഴിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലിരിക്കുന്നു. കഴിക്ക് രാജീവേട്ട, ഇങ്ങനെ നോക്കിയിരുന്നാലോ, നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പഴയ ജീവിതം, സന്തോഷകരമായ ജീവിതം നമുക്കിനി തിരിച്ചു പിടിക്കണമെന്ന് പറയും. ഇത് കേൾക്കുന്ന രാജീവൻ വിൽക്കുക കേട്ടോ ചെയ്യുന്നത്. നെറുകയിൽ വരെ കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും രാഖി ഓടിച്ചെല്ലുന്നു, വെള്ളമെടുക്കുന്നു, രാജീവന് കൊടുക്കുന്നു. രാജീവന് അത് മേടിക്കുന്നു, കുടിക്കുന്നു, അന്തം വിട്ട് നോക്കുന്നു. അപ്പോൾ വായിലും കൈയും വെച്ച് ഇരിക്കുക കേട്ടോ ചെയ്യുന്നത് അമ്മിണിയമ്മ. പിന്നീട് ജയയെ വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. രാജീവൻ ഈ കാര്യം പറയുന്നതിന് വേണ്ടി ഞാൻ നിന്റെ വിളിയും കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് ജയ. അല്ല ചേച്ചി, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി ചേച്ചി, വണ്ടർ അടുപ്പിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. എന്താടാന്ന് ചോദിക്കുമ്പോൾ രാഖി എന്നോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി, അതുപോലെ തന്നെ എന്നെയും കൂട്ടിക്കൊണ്ട് പോയി ഞങ്ങൾ ഒരുമിച്ച് മക്കളുമായിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സമാധാനമായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജയയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല കേട്ടോ. അതൊക്കെ രാഖിയുടെ അടവായിരിക്കുമെന്ന് ജയ പറയുക കേട്ടോ ചെയ്യുന്നത്. നിന്നെ ഇങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ രാജീവൻ പറയുന്നു പൂർണ്ണമായിട്ട് ഞാൻ രാഖിയെ വിശ്വസിച്ചിട്ടില്ല, എന്നാലും അവൾ എന്നോട് ഇങ്ങനെയെങ്കിലും സംസാരിച്ചില്ല, അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് ചേച്ചി. അവക്കല്ലേലും എന്നെ പിടിയിൽ ഒതുക്കിയിട്ട് എന്ത് കിട്ടാനാന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എല്ലാം വേണ്ടാന്ന് വെച്ച് നീ പോകുമെന്ന് മനസ്സിലായി, അതുകൊണ്ട് നിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. അവളൊരു സാഡിസ്റ്റാണ്, നിന്റെ വിഷമം കണ്ട് അവൾക്ക് സന്തോഷിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് നീ ഒന്ന് അവളെ സൂക്ഷിച്ചോ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ രാജീവൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവളുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയുന്നു. നീ നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം, അവൾ എന്താണോ എന്തോ മനസ്സിൽ കരുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നാളും കടിച്ചു കീറാൻ നിന്നിരുന്ന അവളുടെ തല എന്താ ആപ്പിൾ വീണോ ഇത്ര പെട്ടെന്ന് അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരാനായിട്ട്? അപ്പം ഇതൊക്കെ അവളുടെ അടവ് തന്നെ ആ രാജീവ, നീ ഒന്ന് കരുതിയിരിക്കുന്നത് നിനക്ക് നന്നായിരിക്കും എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന രാജീവനും തോന്നുന്നുണ്ട് കേട്ടോ, എന്തായാലും ഇങ്ങനെ മാറാനായിട്ട് എന്തായിരിക്കും കാരണം, എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചുകൊണ്ട് രാജീവനും ഇങ്ങനെ ഞെട്ടലിൽ നിൽക്കുന്നു.